തെളിവ് താ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യം. അതിന് നല്ല ഒന്നാന്തരം തെളിവ് അമിത്ഷാ കൊടുത്തിട്ടുണ്ട്. വലിച്ചു കീറി ഒട്ടിച്ചു എന്ന് വേണം പറയാൻ പ്രതിപക്ഷത്തിന്. എന്താണ് അമിത്ഷാ നൽകിയ തെളിവ്? അത് കൊടുത്തതിന് പ്രതിപക്ഷത്തിന് ഒട്ടും തൃപ്തികരമായിട്ടില്ല. അവരുടെ മുഖമൊക്കെ വല്ലാണ്ട് വിളറി വെളുത്ത നിലയിലായിരുന്നു, വളരെ മ്ലാനവദനരായിരുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ട്. അത് പട്ടായ പോയി 2 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ശരിയാവും. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അമിത്ഷാ എന്ന് പറഞ്ഞു, അതായത് ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം ഭീകരാക്രമണം, ഇത് സംബന്ധിച്ച് 2 ദിവസങ്ങളിലായിട്ട് രാജ്യസഭയിലും ലോക്സഭയിലായിട്ട് ചർച്ചകൾ നടക്കുകയാണ്. 16 മണിക്കൂർ നീളുന്ന 2 ചർച്ചകളാണ് നടക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാവുന്ന സകലമാന സംശയങ്ങൾ ഉന്നയിക്കാം, ഭരണപക്ഷം അതിന് മറുപടി കൊടുക്കും. ഇതാണ് അതിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സംഗതി. അപ്പോൾ ഇപ്പോൾ അമിത്ഷാ കൃത്യമായി മറുപടി കൊടുത്തിരിക്കുന്നു. അതായത് പ്രതിപക്ഷ നിരയിലെ മുതിർന്ന നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും കൂടിയായ പി ചിദംബരം കഴിഞ്ഞ ദിവസമാണ്, അതായത് പാർലമെന്റിൽ നിർണായക ചർച്ച തുടങ്ങുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം, ആ സമയവും കൂടി ഓർക്കണം, ഒരു സംശയം ഉന്നയിച്ചു. അതായത് ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് പാകിസ്ഥാനിൽ നിന്ന് വന്നവർ തന്നെയാണെന്നതിന് എന്താണ് തെളിവ്, എന്താണ് ഉറപ്പ്? അത് ഇവിടെ നിന്നുള്ള ഭീകരവാദികൾ തന്നെ ആകണമല്ലോ. പിന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമുക്ക് നഷ്ടമായ സൈനിക സംഗതികൾ, സൈനിക വിമാനങ്ങൾ അടക്കമുള്ളവയുടെ കണക്കെന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? ഇത്തരം ഒരു ചോദ്യമാണ് വന്നത്. അപ്പോൾ അതിന് തന്നെ ചില BJP കേന്ദ്രങ്ങളിൽ നിന്ന് മറുപടി വന്നത് പി ചിദംബരം പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് എന്നുള്ള തരത്തിലാണ്. പക്ഷെ ഇപ്പോൾ അമിത്ഷാ കുറച്ചുകൂടി കടന്നാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിൽ ഒരു കൃത്യമായൊരു സ്ഥിരീകരണവും കൂടി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസം, അതായത് കൃത്യം പറഞ്ഞാൽ ഇന്നലെ, ഈ ബൈസറൺ വാലി, അവിടെയാണ് ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നത്. ആ ബൈസറൺ വാലിയിൽ തന്നെ ഡച്ചിഗാം എന്ന് പറയുന്ന സ്ഥലത്ത് ഒളിച്ചിരുന്ന 3 ഭീകരരെ CRPFും സൈന്യവും ജമ്മു കാശ്മീർ പോലീസും കൂടി ചേർന്ന് കണ്ടെത്തി അവരെ വധിച്ചു. ആ 3 പേരും ഈ പറയുന്ന പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണെന്നുള്ള സ്ഥിരീകരണം അമിത്ഷാ ഇന്ന് സഭയിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലെ പ്രധാന, അതായത് സുലൈമാൻ എന്ന് പറയുന്നയാൾ, സുലൈമാൻ, അഫ്ഗാൻ, ഗിബ്രാൻ, ഈ 3 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ പേരും ഇതാദ്യമായിട്ടാണ് പുറത്തു വരുന്നത്. അതിൽ സുലൈമാൻ എന്ന് പറയുന്നയാൾ ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡന്റ് ആണ്. അതായത് ഒരു അറിയപ്പെടുന്ന ഭീകരവാദി. ഈ നേരത്തെ വന്ന റിപ്പോർട്ട് പ്രകാരം ഇയാൾ മുൻ പാക് സൈനികനായിരുന്നു. അതിനുശേഷമാണ് ലഷ്കർ ഇ തോയ്ബയിൽ ചേർന്ന് പ്രവർത്തിച്ചതെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നത്. അത് സംബന്ധിച്ച്, അതായത് ഇയാൾ മുൻ പാക് സൈനികനായിരുന്നു എന്നതിനെ സംബന്ധിച്ച് അമിത്ഷാ സഭയിൽ പ്രസ്താവന നടത്തിയിട്ടില്ല. ഇനി ഒരു സംഗതി, ഈ പറയുന്ന സുലൈമാൻ ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡന്റ് ആണ്. അതേപോലെ അഫ്ഗാനും ഗിബ്രാനും ലിസ്റ്റ് ചെയ്യപ്പെട്ട ഭീകരവാദികളാണ്. അതായത് അവരും ഭീകരവാദ പട്ടികയിലുള്ള ആൾക്കാരാണ്. അപ്പം മനസ്സിലാക്കേണ്ടത് ഇയാൾ കമാൻഡന്റും മറ്റു 2 പേരും അയാളുടെ സഹായിയുമാണെന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടി ഉറപ്പിച്ചു പറയുന്നു, ഇവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. തോക്കുകൾ, ഒരു M9 റൈഫിളും 2 AK-47 തോക്കുകളുമാണ് ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്. റൈഫിളല്ല, അതും തോക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ 3 തോക്കുകൾ ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഈ തോക്കുകൾ നമ്മൾ ജാർഖണ്ഡിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരുന്നു. ഇത് കൂടാതെ ഈ പഹൽഗാമിൽ ഈ ഭീകരവാദികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത 2 പേരെ സൈന്യം നേരത്തെ തന്നെ പിടികൂടിയിരുന്നു. അപ്പോൾ ഈ 3 പേരെ ഏറ്റുമുട്ടലിൽ കൊന്നതിന് ശേഷം ഈ 3 പേരുടെയും ജഡം ശ്രീനഗറിൽ കൊണ്ടുവന്നു. അതിനുശേഷം ഈ സാക്ഷികളുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവർക്ക് സഹായം ചെയ്തവരെ അവിടെ എത്തിച്ച് ഇവരെ തിരിച്ചറിയൽ നടത്തി. അപ്പോൾ ഇവർ തന്നെയാണ് അവരെന്നുള്ളത് അവർ സ്ഥിരീകരിച്ചു. ഇനി അത് കൂടാതെ ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഫോറൻസിക് ലാബിൽ അയച്ചു. എന്നിട്ട് നമ്മൾ പഹൽഗാമിൽ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഒഴിഞ്ഞ തിരകൾ അവിടെ നിന്ന് ശേഖരിച്ചിരുന്നു. അതായത് വെടിവെച്ചതിന് ശേഷം ആ തിരകൾ അവിടെ വീഴുമല്ലോ. അപ്പോൾ അതിൽ നിന്ന്, അതായത് അതിൻ്റെ ഗാട്രിച്ച് എന്ന് പറയുക, ഈ വെടിയുണ്ട പോയതിനു ശേഷം അവശേഷിക്കുന്ന അവശിഷ്ടം, അത് ശേഖരിച്ച് അതും ഇപ്പോൾ കിട്ടിയ തോക്ക് ഒന്ന് ഫയർ ചെയ്തതിന് ശേഷം അതിൻ്റെയും ഈ തിര ഒഴിഞ്ഞ ആ ഭാഗം നമ്മൾ ശേഖരിച്ച്, അപ്പോൾ ഇത് 2ഉം ഫോറൻസിക് ലാബിലും അതേപോലെ തന്നെ പരിശോധിച്ച് 2 ഒന്നാണെന്ന് സ്ഥിരീകരിച്ചു. അപ്പോൾ ഈ ബാലിസ്റ്റിക് റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും കിട്ടി. അപ്പോൾ ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സഭയിൽ നിൽക്കുന്നത്. ഇനി ആർക്കാണ് തെളിവ് വേണ്ടത് എന്നാണ് അമിത്ഷാ ചോദിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സഹോദരന്മാരെ കൊന്ന ഭീകരവാദികളെ തന്നെയാണ് നമ്മൾ പിടികൂടിയത്. അവർ വധിക്കപ്പെട്ടു, അവരെ കൊന്നു. അപ്പോൾ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതായത് രാഷ്ട്രീയ ഭേദമന്യേ 2 പക്ഷത്തുള്ളവർ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? പക്ഷെ ഞാൻ ഇവിടെ കാണുന്നത് ഇരുണ്ട മുഖങ്ങളാണ്, സന്തോഷം തീരെ ഇല്ലാത്ത മുഖങ്ങളാണ് എന്നാണ് പറയുന്നത്. അതുകൂടാതെ ഇദ്ദേഹം നേരിട്ട് പി ചിദംബരത്തിനുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട്. അതായത് പി ചിദംബരം പറയുന്നത് ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് വന്ന
ഭീകരവാദികളാണെന്നുള്ളതിന് എന്താണ് തെളിവ് എന്നാണ് ചോദിച്ചത്. പാകിസ്ഥാനെ വെള്ളപൂശുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർക്കൊരു ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന തലത്തിലാണ് പി ചിദംബരം സംസാരിച്ചത്. എന്നാൽ തെളിവ് ഇതാ, തെളിവല്ലേ ചോദിച്ചത്, ഇന്നാ തെളിവ്. ഈ പിടികൂടിയ 3 പേരിൽ 2 പേരുടെ കയ്യിൽ നിന്ന് പാകിസ്ഥാന്റെ വോട്ടേഴ്സ് ID കിട്ടിയിട്ടുണ്ട്. ഇതുകൂടാതെ ഇവരുടെ കയ്യിൽ നിന്നും പാകിസ്ഥാനിൽ നിർമ്മിതമായ ചോക്ലേറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവർ പാകിസ്ഥാനിൽ നിന്ന് വന്നതാണെന്ന് ഇതിൽ കൂടുതൽ എന്താ തെളിവ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന് ശേഷം അവിടെ വലിയ രീതിയിൽ, അതായത് പ്രതിപക്ഷം വലിയ രീതിയിൽ വാക്കേറ്റം ഉണ്ടായി. കാര്യം ഈ രീതിയിൽ, അതായത് പാകിസ്ഥാനെ വെള്ളപൂശുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇതിന് തെളിവ് വേണം എന്നാണല്ലോ അവർ ആവശ്യപ്പെട്ടത്. അപ്പൊ അതിന് കൃത്യമായ തെളിവ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇനി ആ തരത്തിൽ, അതായത് പ്രതിപക്ഷത്തിന് ഇപ്പോഴും അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് അവർ പ്രതികരിച്ചത്. അങ്ങനെയാണെങ്കിലേ ഈ ഓപ്പറേഷൻ മഹാദേവ് നേരത്തെ തന്നെ സൈന്യം കൃത്യമായി തയ്യാറെടുപ്പുകളോടെ നടത്തിയ ഒന്നാണ് എന്ന് പറയേണ്ടി വരില്ലേ? ഉറപ്പായിട്ട്. അതായത് അത് സംബന്ധിച്ച് അമിത്ഷാ സഭയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നത് ഏപ്രിൽ 22-നാണ്. അപ്പൊ അതിനുശേഷം അമിത്ഷാ തന്നെ പറയുന്നു, ആ അപകടമുണ്ടായി, ആ ആക്രമണം ഉണ്ടായി അന്ന് രാത്രി തന്നെ ഞാൻ ശ്രീനഗറിലെത്തി അവിടെ അതീവ സുരക്ഷാ യോഗം വിളിച്ചു ചേർത്തു. ബന്ധപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെ ഒക്കെ യോഗം വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ വിലയിരുത്തി. ഈ ഭീകരവാദികൾ ആ കാശ്മീർ പരിധി വിട്ടു പോകില്ല എന്ന് ഉറപ്പുവരുത്താൻ തനിക്കായി. അതിനുള്ള നിർദ്ദേശങ്ങൾ ഞാൻ കൊടുത്തു. എന്നിരുന്നാലും ഇവർ എവിടെയുണ്ടെന്നുള്ളതിനെ കുറിച്ച് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏപ്രിൽ 22-ന് ഈ ഭീകരാക്രമണം നടക്കുന്നു. അതിനുശേഷം മെയ് 22-ന് ഇവർ ഈ ഗച്ചി ഡാം എന്ന് പറയുന്ന ആ മേഖലയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള വിവരം രഹസ്യാന്വേഷണ വിഭാഗത്തിന് കിട്ടി. പക്ഷെ ഇവരെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള വിവരം മാത്രമല്ല, ഇവരെ കൃത്യം എവിടെയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതിനുശേഷം കഴിഞ്ഞ 22-ന്, അതായത് ഇന്ന് ഇപ്പോൾ 29, കഴിഞ്ഞ 22-ാം തീയതിയാണ് ഇവരുടെ കൃത്യം ഒളിയിടം മനസ്സിലാക്കിയത്. അതിന് കാരണം ഇവരുപയോഗിച്ചിരുന്ന വാക്കി ടോക്കി, ചൈനീസ് നിർമ്മിതമായ മറ്റേ സാറ്റലൈറ്റ് ഫോൺ, അങ്ങനെ തന്നെ പറയാം. ഇത് ഒരു ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ഫോണാണ്. അത്ര പെട്ടെന്നൊന്നും ഇതിന്റെ ഈ സാറ്റലൈറ്റ് ഫോണിന്റെ സിഗ്നലുകൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അത് മാത്രമല്ല, ഇത് എൻക്രിപ്റ്റഡ് ആണ്. അതായത് ഇതിന്റെ സന്ദേശം എന്താണ്, ഇവർ പരസ്പരം സംസാരിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് പിടികിട്ടില്ല. അപ്പോൾ അതിന്റെ ഇലക്ട്രോണിക് മാപ്പിംഗേ സാധ്യമാകുള്ളൂ. അത് സൈന്യം പ്രത്യേക സംവിധാനം കൊണ്ടുവന്ന് കൃത്യമായി അത് ഐഡന്റിഫൈ ചെയ്തു. അതുകൂടാതെ നമുക്ക് ചില പ്രാദേശികമായി ചില വിവരങ്ങളും കൂടി കിട്ടി. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം, അതായത് CRPF, ആർമി, ജമ്മു കാശ്മീർ പോലീസ് ഇവരുടെ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഇവരെ കൃത്യമായി കണ്ടെത്തുകയും അവരെ ഇല്ലാണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ അതായത് ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് നടത്തിയ ഒരു പരിപാടി. അതായത് ഈ ഭീകരവാദികൾ കൃത്യമായി, അതായത് വനത്തിൻ്റെ ഉള്ളിലാണ് ഉണ്ടായിരുന്നത്, മനുഷ്യ സാന്നിധ്യം ഇല്ലാതെ ഒരു മേഖലയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവർ ടെൻറ്റ് കെട്ടി, അതായത് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അവർ ടെൻറ്റ് കെട്ടി താമസിക്കുന്നു. അവിടെ ഇവർ ആയുധങ്ങൾ സംഭരിച്ചിട്ടുണ്ട്. ഈ 3 തോക്കുകളും തിരകളും അതിൻ്റെ കഥകളാണ് നമ്മൾ കേട്ടത്. ഒരു 17 ഗ്രനേഡുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ പഹൽഗാം, നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ പഹൽഗാം ഭീകരാക്രമണം നടത്തിയതിന് ശേഷം ഇവർ രക്ഷപ്പെടാനായിട്ട് വനത്തിലോട്ട് കയറി. അപ്പോൾ അവരെ കണ്ടെത്തുക ഏറെക്കുറെ ദുഷ്കരമാണ്. പക്ഷേ നിർണായകമായത് ഇവർ ഉപയോഗിച്ച ഈ പറയുന്ന സാറ്റലൈറ്റ് ഫോൺ അല്ലെങ്കിൽ വാക്കി ടോക്കി, അതിൻ്റെ സിഗ്നലുകൾ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പറ്റി, അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. സൈന്യം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവരുടെ ലൊക്കേഷൻ കിട്ടിയത് മനസ്സിലാക്കിയതിന് ശേഷം ഡ്രോണുകൾ ഉപയോഗിച്ച് അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി ഇവർ അവിടെ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷമാണ് സൈനിക മുന്നേറ്റം നടത്തിയത് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ആദ്യം വന്ന വിവരങ്ങളിൽ ഇതിൽ ഒരാൾ മാത്രമാണ് നമ്മൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തത്. അയാൾ മുൻ പാക് സൈനികനാണെന്നുള്ള വിവരങ്ങളാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ പറയുന്നു, ഇവർ 3 പേരും ഈ പറയുന്ന പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. ഇവർക്ക് സഹായികളായവർ ഇനിയും ഉണ്ടാകാം, ഉറപ്പായിട്ടും ഉണ്ടാകാം. ഇത് വലിയൊരു ആസൂത്രണ മികവോടെ നടപ്പിലാക്കിയ ഒരു ഭീകരാക്രമണ പദ്ധതിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ചുരുളുകൾ വരും ദിവസങ്ങളിൽ അഴിയുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷെ നിലവിൽ കൃത്യമായി നമ്മൾ തെളിവുകൾ സഹിതം ഇപ്പോൾ പറയുന്നു, ഇവർ വന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങൾ പാകിസ്ഥാൻ നിർമ്മിതമാണ്. അവർ കഴിക്കാൻ കൊണ്ടുവന്ന ചോക്ലേറ്റുകൾ അത് പാകിസ്ഥാനിൽ നിന്നാണ്. അവരുടെ കയ്യിൽ നിന്ന് വോട്ടേഴ്സ് ID അടക്കം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക്, ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഭരണപക്ഷത്തിനായിട്ടുണ്ട്. സത്യത്തിൽ ഈ പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, ഇത് രണ്ടും ഉയർത്തി ഭരണപക്ഷത്തെ പ്രതിസന്ധിയിലാക്കാം, സമ്മർദ്ദത്തിലാക്കാനായിട്ടായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പദ്ധതി. അതിനാണ് അവർ നിരന്തരമായി അത് ചർച്ച ചെയ്യണമെന്ന് ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ അതിപ്പോൾ ബൂമറാങ്ങായി.